ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യം, അഖിൽ വാസ് സ്റ്റാൻഡിങ് ഡാഷ് ഗേറ്റ്. ഡാഷ് ദ ഗേറ്റ് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബൈ ഉണ്ട്, അറ്റുണ്ട്, ഇന്നുണ്ട്, ഓണുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്തേ. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? എന്ത് ചെയ്യും? അറ്റ്, ബി ഓപ്ഷൻ ആയിട്ടുള്ള അറ്റ് ഉത്തരമായിട്ട് വരുന്നു. ഇനി കാരണം എന്താണ്ടേ, നമുക്ക് അറ്റ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടീഷനാണ് വ്യക്തമായ സ്ഥലത്തിന് മുന്നിൽ, വ്യക്തമായ സ്ഥലത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. വ്യക്തമായ സ്ഥലമാണെങ്കിൽ അറ്റ് ചേർക്കാം. പ്രായത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. ഇല്ലേ? കൃത്യ സമയത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. പിന്നെ അതുപോലെ ആഘോഷങ്ങൾക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? അറ്റ് ചേർത്തിട്ട് പറയാം. പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു? വില, എണ്ണം, തൂക്കം എന്നിവയ്ക്ക് മുന്നിലെല്ലാം അറ്റ് ചേർക്കാം. ഓക്കെ, മറക്കരുത്. കൃത്യ സ്ഥലങ്ങളാണെങ്കിൽ അറ്റ് ചേർത്തിട്ട് പറയാം. ഇവിടെ നമുക്ക് കൃത്യ സ്ഥലമായത് കൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് ചേർത്ത് പറഞ്ഞു? അറ്റ് ചേർത്തിട്ട് പറയുന്നത്. ഒന്നിനുള്ളിലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചേർത്തിട്ട് പറയുന്നത്. ഒരു വസ്തുവിന് മുകളിലെന്ന് പറയാനാണ് നമ്മൾ ഓൺ ചേർത്തിട്ട് പറയുന്നത്. സഞ്ചാര മാർഗങ്ങൾക്ക് മുന്നിലാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ബൈ കാർ, ബൈ ബസ്, ബൈ ലോറി, ഇങ്ങനെയുള്ള സഞ്ചാര മാർഗങ്ങൾക്ക് മുന്നിലാണ് ബൈ ചേർക്കുന്നത്. എന്നാൽ കാൽനടയായി നടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ ഫൂട്ടാണ് പറയുന്നത്. ഓൺ ഫൂട്ടാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഡാഷ് ഹി ബോറോ ദ മണി യെസ്റ്റർഡേ. ഓക്കെ, നോക്കിയേ. തന്നിരിക്കുന്ന ചോദ്യത്തില് വുഡ് ഓപ്ഷനിലുണ്ട്, ഹാർഡ് ഉണ്ട്, ഡസ് ഉണ്ട്, ഡിഡ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? എല്ലാവരും ഒന്ന് ഉത്തരം ചെയ്ത് നോക്കിയേ. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഡിഡ് ആണ്. ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഡിഡ് ആണ്. കാരണം എന്താ? തന്നിരിക്കുന്ന ചോദ്യത്തിൽ യെസ്റ്റർഡേ വരുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. യെസ്റ്റർഡേ വരുന്ന സെന്റൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സിമ്പിൾ പാസ്റ്റ്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റില് നമ്മൾ എന്ത് ചെയ്യാം? വെർബ് V2 എഴുതാം. അല്ല എങ്കിൽ ഡിഡ് പ്ലസ് V1 എഴുതാം. വെർബ് V2ന്റെ എക്സ്പാൻഷൻ ആണ് ഡിഡ് പ്ലസ് V1. നോക്കാം, യെസ്റ്റർഡേ വന്നിരിക്കുന്നുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആണ്. ബോറോ വെർബ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഡിഡ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് എഴുതും. ഡിഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഡിഡ് ഹി ബോറോ. ഡിഡ് സിംഗുലാറും ആണ്, പ്ലൂറലാണ്. ഹി സിംഗുലാർ. ഡിഡ് ഹി ബോറോ ദ മണി യെസ്റ്റർഡേ. നമ്മൾ അതിനെ കോഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അലി, ALY, അലി 2024 പ്ലസ് V2, അല്ലെങ്കിൽ ഡിഡ് പ്ലസ് V1. എയിൽ വരുന്ന വാക്കാണ് എഗോ, എല്ലിൽ വരുന്ന വാക്കാണ് ലാസ്റ്റ്. ഓക്കെ, വൈയിൽ വരുന്ന വാക്കാണ് യെസ്റ്റർഡേ. വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. ഇനി 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ വർഷങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം മക്കളെ? V2 അവിടെ ഉത്തരമായിട്ട് വരണം. ഏത് വരണം? നമുക്കവിടെ V2 ഉത്തരമായിട്ട് വരണം. അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ഗിവൺ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിന് ഉചിതമായിട്ടുള്ള പ്രിപ്പോസിഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡാഷ് ദിസ് മൊമെന്റ് ഹി ഈസ് ഹെൽപ്പിംഗ് ഹിസ് സൺ. കണ്ടല്ലോ, ബൈ ഉണ്ട്, അറ്റുണ്ട്, ഇന്നുണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്. ഏത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് അറ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ നമ്മൾ പഠിച്ചില്ലേ? സാത്താൻ, SATAN, സാത്താൻ പ്ലസ് ഈസ് ആമ് ആറ്, ഈസ് ആമ് ആറ് പ്ലസ് ING. എസ്സിൽ വരുന്ന വാക്കാണ് സ്റ്റില്ല്. എസ്സിൽ വരുന്ന വാക്ക് സ്റ്റില്ല്. എയിൽ വരുന്ന വാക്കാണ് അറ്റ് പ്രസന്റ്. ഓക്കെ, അതേപോലെ ടീയിൽ വരുന്ന വാക്കാണ് ടുഡേ. ടീയിൽ വരുന്ന വാക്ക് ടുഡേ. ഓക്കെ, അടുത്ത എയിൽ വരുന്ന വാക്കാണ് അറ്റ് ദിസ് മൊമെന്റ്. എന്നിൽ വരുന്ന രണ്ട് വാക്കാണ് നൗ, അതേപോലെ റൈറ്റ് നൗ. ഈ വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഈസ് ആമ് ആർ പ്ലസ് ING. നോക്കിയിട്ടുള്ള ഇവിടെ ഈസ് പ്ലസ് ING ഉണ്ട്. അറ്റ് ദിസ് അല്ലെങ്കിൽ ദിസ് മൊമെന്റ് ഒന്നുണ്ട്. ദിസ് മൊമെന്റ് അതിനോടൊപ്പം ചേരുന്നത് അറ്റാണ്. അപ്പൊ അറ്റാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഇൻ ദി അല്ലെങ്കിൽ ഫോർ ദ ഗിവൺ സെന്റൻസ്.
താഴെ തന്നിരിക്കുന്ന സെന്റൻസിന് ഉചിതമായിട്ടുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. ഹി വാസ് വെയിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഡാഷ് ഹോട്ടൽ. നമുക്ക് ഹോട്ടലിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കുന്നത്? നമ്മൾ ഉച്ചരിക്കുന്ന ഹോട്ടൽ എന്നാണ്, അവിടെ ആനാണ് വരേണ്ടത്. പക്ഷെ PSC ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് എ ആണ്. അതുകൊണ്ട് നമ്മൾ എ എഴുതിയാൽ മതി. എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഹോട്ടലിന് മുന്നിൽ എ ചേർത്ത് പറയണം. അപ്പോൾ എ ആണ് അംഗീകരിച്ചിരിക്കുന്നത്. എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഹോട്ടൽ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കി. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ഫോർ ദ ഗിവൺ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബിന്റെ ഉചിതമായിട്ടുള്ള രൂപം എഴുതാനാണ്. ഷീ ഡാഷ് ബ്രാക്കറ്റിൽ ഡാൻസസ് തന്നിട്ടുണ്ട്. ഫോർ 2 hours നൗ കണ്ടല്ലോ. ഹാസ് ബീൻ ഡാൻസിങ് ഉണ്ട്, ഹാഡ് ബീൻ ഡാൻസിങ് ഉണ്ട്, വാസ് ഡാൻസിങ് ഉണ്ട്, അതുപോലെ വിൽ ഡാൻസ്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആയിട്ടുള്ള ഹാസ് ബീൻ ഡാൻസിങ് ആണ്. നമ്മൾ പഠിച്ചതാണ്. സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഉത്തരമായിട്ട് നമുക്ക് എന്ത് കിട്ടും നോക്കളെ? ഹാസ് ബീൻ അല്ല എങ്കിൽ ഹാവ് ബീൻ, ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരും. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING വരും. ഇനി ഇവിടെ നൗ കണ്ട, നൗ കിടക്കുന്നത് നൗ പ്രസന്റ് ടെൻസിനെ സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഷീ സിംഗുലാർ ആയതുകൊണ്ട് ഹാസ് ബീൻ പ്ലസ് ING, അല്ലെങ്കിൽ നമുക്ക് ഹാഡ് ബീൻ പ്ലസ് ING എഴുതാമായിരുന്നു. അത് എഴുതാതിരിക്കാനാണ് നൗ എന്ന പ്രസന്റ് ഫോം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നു ഹാസ് ബീൻ പ്ലസ് ING, ഹാസ് ബീൻ ഡാൻസിങ്. എ ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഡാഷ് ദ റൂം നൗ കണ്ടല്ലോ. തന്നിരിക്കുന്ന ചോദ്യത്തില് ക്ലീൻ എന്ന വെർബാണ് തന്നിരിക്കുന്നത്. ബ്രാക്കറ്റ് തന്നിരിക്കുന്നതിന്റെ ഉചിതമായിട്ടുള്ള രൂപം എഴുതാനാണ്. ക്ലീൻസ് ഉണ്ട്, മേ ക്ലീൻ ഉണ്ട്, ഈസ് ക്ലീനിങ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതുകൊണ്ട് കുട്ടികളെ ഏതാണ് ഉത്തരം? നമുക്ക് നൗ വരുന്നുണ്ട്, ഈസ് ക്ലീനിങ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചതാണ് സാത്താൻ, SATAN, സാത്താൻ പ്ലസ് ഈസ് ആർ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നത്. എസ്സിൽ വരുന്ന വാക്ക് സ്റ്റില്ലാണ്. എയിൽ വരുന്ന വാക്കാണ് അറ്റ് പ്രസന്റ്, നേരത്തെ പറഞ്ഞതാണ് അറ്റ് പ്രസന്റ്. അടുത്ത ടിയിൽ വരുന്ന വാക്കാണ് ടുഡേ. അടുത്ത എയിൽ വരുന്ന വാക്കാണ് അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് ദിസ് മൊമെന്റ്. എന്നിൽ വരുന്ന 2 വാക്കാണ് നൗ അതുപോലെ റൈറ്റ് നൗ. ഈ വാക്കുകൾ ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഈസ് ആർ പ്ലസ് ING ആയിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് പ്ലസ് ING, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ പ്ലസ് ING, സബ്ജക്റ്റ് ഐ വന്നാൽ ആം പ്ലസ് ING. നമുക്ക് അവിടെ നമുക്ക് ഷീ ആയതുകൊണ്ട് നമുക്ക് ഈസ് പ്ലസ് ING, നമുക്ക് അല്ലെങ്കിൽ ഈസ് മാത്രമേ ഒരു ഓപ്ഷനിലുള്ളൂ. അതുകൊണ്ട് ഈസ് ക്ലീനിങ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത നോക്കി. കോളേജ് ഡാഷ് നെക്സ്റ്റ് വീക്ക്. സാധാരണ വിൽ ബി റീഓപ്പൺഡ് ഓപ്ഷനിലുണ്ട്, ആർ റീഓപ്പണിങ് ഓപ്ഷനിലുണ്ട്, റീഓപ്പൺ ഓപ്ഷനിലുണ്ട്, റീഓപ്പൺഡ് ഓപ്ഷനിലുണ്ട്. നമ്മൾ പഠിച്ചതാണ് എന്ത് ചെയ്യുന്നൂടെ നെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് ഒക്കെ വരുന്ന സെന്റൻസിൽ ഉത്തരം എപ്പോഴും വില്ല് ഓർ ഷാള് പ്ലസ് V1 ആണ് വരേണ്ടത്. നെക്സ്റ്റ് നമ്മൾ അതിന്റെ കോഡ് പഠിച്ചിട്ടുണ്ട്. TNS 2026 പ്ലസ് വില്ല് ഓർ ഷാള് പ്ലസ് V1 ഇതാണ് പഠിച്ചത്. ടുമോറോ, N ആണെങ്കിൽ നെക്സ്റ്റ്, ടുമോറോ നെക്സ്റ്റ്. എസ് ആണെങ്കിൽ സൂണ്. 2026 വരാൻ പോകുന്ന വർഷങ്ങൾ, വരാൻ പോകുന്ന വർഷം. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ വില്ല് അല്ലെങ്കിൽ ഷാൾ പ്ലസ് വരും. നെക്സ്റ്റ് വരുന്നതുകൊണ്ട് വില്ലോ ഷാൾ പ്ലസ് V1 വരാം. ഇതിനകത്ത് അതൊന്നുമില്ല. ഇനി അതില്ല എങ്കിൽ സിമ്പിൾ പ്രസന്റ് ഉത്തരമായിട്ട് എഴുതാം. അതായത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള മുൻകൂട്ടി തീരുമാനിച്ച ഫ്യൂച്ചർ ആക്ഷൻസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അതായത് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ എഴുതാം. ഇവിടെ നമുക്ക് കോളേജസ് പ്ലൂറൽ ആയതുകൊണ്ട് റീ ഓപ്പൺ, സി ഓപ്ഷൻ ആയിട്ടുള്ള റീ ഓപ്പൺ അവിടെ ഉത്തരമായിട്ട് വരും. ഏത് വരുന്നു? റീ ഓപ്പൺ ആണ് നമുക്ക് സി ഓപ്ഷൻ ആയിട്ടുള്ള റീ ഓപ്പൺ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് പ്ലേയിങ് ടെന്നീസ്. 4 ഉണ്ട്, ഉചിതമായിട്ടുള്ള പ്രിപ്പോസിഷൻ എഴുതാനാണ്. ഇന്നുണ്ട്, അറ്റുണ്ട്, ടു ഉണ്ട്. ഏത് വരുന്നു? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇന്നാണ്. ബി ഓപ്ഷൻ ഇന്നാണ്. നമ്മൾ പഠിച്ചതാണ്, ജെറണ്ടിൽ പഠിച്ചതാണ്. സക്സസ്
സക്സസ്, അതുപോലെ ഇൻട്രസ്റ്റഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് വരണം? ഇൻ പ്ലസ് ING ഉത്തരമായിട്ട് വരണം. നമുക്ക് ഇവിടെ ING തന്നിട്ടുണ്ട്, ഇന്നും കൂടെ ചേർത്ത് എടുക്കാം. അതുപോലെ കോൺഫിഡൻറ്റ്, കോൺഫിഡൻറ്റ്, ഫോണ്ട്, അതുപോലെ ടൈഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓഫ് പ്ലസ് ING, ഓഫ് പ്ലസ് ING. കോൺഫിഡൻറ്റ്, ഫോണ്ട്, ടൈഡ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓഫ് പ്ലസ് ING. അതേപോലെ റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, അതേപോലെ പ്രിവെന്റഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഫ്രം പ്ലസ് ING ചേർത്ത് പറയണം. ഫ്രം പ്ലസ് ING. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ് കഴിഞ്ഞാൽ ഫ്രം പ്ലസ് ING. അതുപോലെ അടുത്ത് വരുന്ന വാക്കാണ് ഇൻറ്റൻറ്റ്, ഇൻസിസ്റ്റ്, കീന്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓൺ പ്ലസ് ING ചേർത്ത് പറയണം. ഓൺ പ്ലസ് ING. ഇൻറ്റൻറ്റ്, ഇൻസിസ്റ്റ്, കീന്. ഇൻറ്റൻറ്റ്, ഇൻസിസ്റ്റ്, കീന് കഴിഞ്ഞാൽ ഓൺ പ്ലസ് ING. ഓർമ്മയിലിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദേ ഫൗണ്ട് ഡാഷ് ഒയാസിസ് ഇൻ ദ ഡെസേർട്ട്. ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. ഒയാസിസിന് മുന്നിൽ ഓ, നമുക്ക് ഉച്ചാരണം ഓയിലാണ്, അതുകൊണ്ട് നമുക്ക് എന്താ പറയുക? ആൻ ഒയാസിസ് അവിടെ ഉത്തരമായിട്ട് വരും. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിൽ ഉച്ചാരണം തുടങ്ങിയാൽ എന്ത് ചേർത്ത് പറയുക? ആൻ ചേർത്ത് പറയുക. അങ്ങനെ അല്ല എങ്കിൽ എ ചേർത്ത് പറയാം. ഒയാസിസ്, ഒയാസിസിൽ ഓയിലാണ് തുടങ്ങുന്ന മലയാള അക്ഷരം, അതുകൊണ്ട് ആൻ ഒയാസിസ്. ഈ ഒയാസിസിന്റെ പ്ലൂറൽ ഏതെന്ന് ചോദിച്ചാൽ ഒയാസസ് പറയും. SES, OASES, ഒയാസസ് എന്ന് പറയും കേട്ടോ. അതായത് IS അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ ES ആക്കി കൊടുത്താൽ മതി. ബേസിസ്, ബേസസ്, തീസിസ്, തീസസ്, ഇങ്ങനെയൊക്കെ IS അവസാനിക്കുന്ന വാക്കാണ് ES ആക്കിയാൽ മതി. ഒയാസിസ്, ഒയാസസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് ഷീ ഈസ് ക്ലവർ, ഷീ ഓഫൺ മേക്സ് മിസ്റ്റേക്ക്. നമുക്ക് ആൾദോ ഉണ്ട്, സിൻസ് ഉണ്ട്, ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ്. ഓക്കെ, നോക്കിയാൽ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാ? ആൾദോ, എന്നിരുന്നിട്ടും. ആൾദോ ഷീ ഈസ് ക്ലവർ, ഷീ ഓഫൺ മേക്സ് മിസ്റ്റേക്സ്. അപ്പോൾ ആൾദോയാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. സിൻസ് വർഷങ്ങൾക്ക് മുന്നിലാണ് ഉപയോഗിക്കുന്നത്, ഒരു പോയിന്റ് ഓഫ് ടൈം. ഡെസ്പൈറ്റ് ഓഫ്, ഇൻസ്പൈറ്റ് ഓഫ്. ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓഫ് ഒന്നുമില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ആൾദോ അവിടെ ഉത്തരമായിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ അറിവില്ല എങ്കിൽ ഒന്ന് കുറിച്ച് വയ്ക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.